അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമല്ലേ? അല്ലാഹു തആല എന്നും സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക ഭദ്രത അതൊരു വലിയ വിഷയമാണ്. പല ആളുകളും സമ്പത്ത് ചില സമയത്ത് നല്ലോണം ഉണ്ടാക്കും. ആ സമയത്ത് അവർ അടിച്ച് പൊളിച്ച് ജീവിക്കും, സന്തോഷമായിട്ട് ജീവിക്കും. പക്ഷേ പിന്നീട് ഒന്നും ഉണ്ടാവില്ല. സമ്പത്ത് ഒരു മുഖ്യ പ്രശ്നം തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ മുഖ്യമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മറ്റു പല മൂല്യങ്ങളുണ്ട്, സമാധാനമുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പണവും ഒരു പ്രധാന സമ്പത്ത് തന്നെയാണ്, ഒരു മുഖ്യമായ ഘടകമാണ്. ഒരു മനുഷ്യൻ്റെ അടുത്ത് പണമില്ലെങ്കിൽ ഉറ്റവരെയും ഉടയവരെയും നോക്കാൻ തൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഗൾഫിലേക്ക് പോയ ആളുണ്ട്. പ്രസവിച്ച ഭാര്യൻ്റെ ആ കുഞ്ഞിനൊന്ന് കാണാൻ വേണ്ടി, അവൻ്റെ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി, ഭാര്യ പ്രസവിച്ചു എന്നറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ആ കുഞ്ഞിനൊന്ന് കാണാൻ വേണ്ടി വരാൻ കഴിയാതെ വിഷമിക്കുന്ന എത്രയോ പേരുണ്ട്. സ്വന്തം മകളുടെ കല്യാണം നടക്കുമ്പോൾ ഗൾഫിൽ നിന്നുകൊണ്ട് പോകാൻ ടിക്കറ്റ് എടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുള്ളതൊക്കെ അയച്ചു കൊടുത്തു. ഇങ്ങനെ വേദനിക്കുന്ന ഒരുപാട് പ്രവാസികൾ. അപ്പം പണം ഒരു മുഖ്യമായ ഘടകം തന്നെയാണ്. പണമില്ലെങ്കിൽ മനുഷ്യൻ്റെ അടുക്കൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ്. കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ, ബുദ്ധിമുട്ടുന്ന ആളുകൾ. അപ്പോൾ നമുക്കിവിടെ മണി മേക്കിംഗ് ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. പണം ഉണ്ടാക്കണം എന്ന്, ഹലാലായ നിലയിൽ പണം ഉണ്ടാക്കണം എന്ന് കരുതുക എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പടച്ച റബ്ബിൻ്റെ മുന്നിലല്ലാതെ ഒരുത്തൻ്റെ മുന്നിലും തലകുനിക്കാതെ ജീവിക്കാൻ, ഹലാലായ നിലയിൽ പണം സമ്പാദിക്കുക എന്ന ഒരു വലിയ നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി തീരെ ശ്രദ്ധിക്കാതെ പോയാൽ പിന്നീട് നമ്മൾ വളരെയധികം ജനങ്ങളുടെ മുന്നിൽ മാത്രമല്ല എല്ലാവരുടെ മുന്നിലും നമ്മൾ നിന്ദ്യരായിത്തീരും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ സൈക്കോളജിക്കൽ ഗെയിം, എനിക്ക് പണമുണ്ടാക്കണമെന്ന ഒരു ഗെയിം ഹലാലായ നിലയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ഏറ്റവും സത്യത്തിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പണമില്ലാത്തൊരു വലിയ വേദന തന്നെയാണ്. പല വേദനകളും നമ്മൾ അനുഭവിക്കാറുണ്ട്. പക്ഷെ പണമില്ലാത്ത വേദന, രോഗം വന്നാൽ ചികിത്സിക്കാൻ പണമില്ല, ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ല, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികേട് വരുമ്പോഴുള്ള വിഷമം, ആശ്രയിച്ചാൽ തന്നെ വേണ്ടത്ര നിലയിൽ ആരും പരിഗണിക്കാത്ത പ്രശ്നം, പണമില്ലെങ്കിൽ ആരും പരിഗണിക്കില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യ നിലനിൽപ്പിന് വേണ്ടിയുള്ള പണമുണ്ടാക്കുക എന്ന ആ ഒരു ഗെയിമിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ആത്മാർത്ഥമായി മനസ്സിരുത്തി പ്രവർത്തിക്കണം. അതൊരു പ്രയോറിറ്റി കൊടുക്കണം. അതിന് നല്ലൊരു പ്രയോറിറ്റി അതിനു വേണ്ടി കൊടുക്കണം. കാരണം അധ്വാനിക്കണം, ജോലി ചെയ്യണം. എത്ര കഷ്ടപ്പെട്ടാലും, എന്ത് കിട്ടുന്ന ജോലിയാണെങ്കിലും ജോലി ചെയ്ത് അധ്വാനിച്ച് പണം സമ്പാദിച്ച് കിട്ടിയ പണങ്ങളൊക്കെ കൂടി അപ്പടി ചെലവഴിക്കാതെ സേവിങ് ചെയ്യണം കുറച്ച്. കാരണം നമ്മൾ ജീവിക്കുമെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ നമ്മളെ മക്കൾ നമുക്ക് വേണ്ടി, നമ്മുടെ എല്ലാ ഉറ്റവരും ഉടയവരുമായ ആളുകൾക്കൊരു പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥ വരരുത്. ഉണ്ടാകുമ്പോൾ ഉഷാറാവുക, അല്ലെങ്കിൽ അടിച്ചു പൊളിക്ക് തകർത്ത് അവസാനം ഇല്ലാണ്ടാകുമ്പോൾ ഇരിക്കുന്നൊരവസ്ഥ വളരെ വിഷമം തന്നെയാണ്. ഹോസ്പിറ്റലിൽ ബില്ലടക്കാൻ കഴിയാതെ വേദനിക്കുന്ന പ്രവാസികൾ, എത്രയോ വർഷങ്ങളായിട്ട് ഗൾഫിൽ നിന്നിട്ടും വിഷമിക്കുന്നവർ, വീടുണ്ടാക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ, ഇവരൊക്കെ ശ്രദ്ധിക്കണം. നല്ലൊരു മനക്കരുത്ത്, പണമുണ്ടാക്കണം. ആ പണമുണ്ടാക്കണമെന്ന ആ ഒരു മനക്കരുത്ത് നമ്മുടെ കൽബിലുണ്ടെങ്കിൽ പിന്നെ അവൻ എന്തിനും തയ്യാറാവും. മൻ ജദ്ദ വജദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസ് നമ്മുടെ മനസ്സിൽ ഉറച്ചു വരണം. മൻ ജദ്ദ വജദ, പരിശ്രമിച്ചാൽ എന്തുമെത്തും. ശരിക്കും പരിശ്രമിക്കണം. പരിശ്രമിക്കാതെ പണം ഇങ്ങോട്ട് നമ്മുടെ മുന്നിലേക്ക് വരില്ല. മണി ടുഡേ കം ടുമോറോ ഗോയിങ്, അതന്നെ മണിയും സ്ഥാനത്താണ്. പക്ഷെ അത് വേണം. അതിന്ന് പോകണം, നാളെ വരണം. പക്ഷെ ഇന്ന് നമ്മളിന്ന് പോകുന്നു, നാളെ വരുന്നില്ലെങ്കിൽ ബേജാറാണ്. ടുഡേ കമ്മിങ് ടുമോറോ ഗോയിങ്. ഇന്ന് വന്നിട്ട് നാളെ പോകുമ്പോൾ ഇന്ന് വരണ്ടേ നമുക്ക്? ഇന്ന് വന്നില്ലെങ്കിൽ നാളെ എങ്ങനെ എവിടേക്കാണ് പോവുക?
അതൊരു കടലാസാണ്. ആ കടലാസ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ പ്രധാന ഘടകമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നല്ലൊരു നിയ്യത്ത്, മൻ ജദ്ദ വജദ, പരിശ്രമിച്ചാൽ എത്താത്ത ഒന്നുമില്ല. പരിശ്രമിക്കുക, നന്നായി പരിശ്രമിക്കുക. ഇനിയുള്ള തലമുറക്കും ആ ഒരു പരിശ്രമത്തിൻ്റെ ഒരു തീജ്വാല കൊടുക്കണം. കാരണം നമ്മളൊക്കെ ലക്ഷ്യം അതാണ്. പടച്ചവനെ റബ്ബിൻ്റെ മുന്നിലല്ലാതെ ഒരുത്തൻ്റെ മുന്നിൽ തലകുനിക്കേണ്ട ഗതികേട് വരുത്തരുത് റബ്ബേ. ദുആ ചെയ്യേണ്ടത് അതിനു വേണ്ടിയാണ്. ഒരാളെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ട ഗതികേട് വരരുത്. എൻ്റെ മുന്നിലേക്കല്ലാതെ മറ്റൊരുത്തരിലേക്ക് കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് വരരുത് എന്നാ ഒരൊറ്റ നിയ്യത്ത് കൽബിൽ ഉറച്ചാൽ നമ്മൾ ഉയരും. പിന്നെ നമ്മൾ വെറുതെ കിടക്കൂല, ഇരിക്കാൻ നമുക്ക് കഴിയില്ല. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കണം. അല്ലാഹു തആല നമ്മളൊക്കെ വഷളാക്കാതെ, ഒരാളെ മുന്നിലും വഷളാക്കാതെ ഇസ്സത്തോടു കൂടെ ജീവിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.